ദൈവം ഇത്രയും നാള് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രായം എത്രയാണോ, 40, 50, 60, 70, നമ്മൾ ചിന്തിച്ച് നോക്കിയേ. ദൈവം ഈ 70 വയസ്സ് വരെ നടത്തിയ വഴികളെ മാത്രം ഓർത്താൽ ഒരു ഭക്തൻ പറഞ്ഞു, എങ്ങനെ ഞാൻ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കും? പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ദൈവവചനം കേൾക്കുന്ന നിങ്ങളും മറ്റൊന്നും, എൻ്റെ വലിയ വലിയ അത്ഭുതങ്ങളൊന്നും ദൈവം ചെയ്തിട്ടില്ല എന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. എന്നാൽ പോലും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ദൈവം കരുതിയ വഴികളെ മാത്രം ഓർത്താൽ. ഒരാൾ പറഞ്ഞു, ഒരു ദിവസം എനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ആവശ്യം വന്നു. അതിൻ്റെ തലേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഉറക്കമില്ലായിരുന്നു. പലരുടെ അടുത്തും ഒന്ന് തിരിച്ചു മറിക്കാൻ വേണ്ടി ഓടി നടന്നു, ഒന്നും ശരിയായില്ല. പക്ഷെ ഉച്ചയാകുമ്പോൾ തന്നെ പൈസ കൊടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞത്. പക്ഷെ 10:30 ആയപ്പം ആ ഒരു സാമ്പത്തിക കാര്യത്തിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു വരികയാണ്, പലവട്ടം മരിക്കണമെന്ന് തോന്നിയപ്പോൾ പോലും, നൂൽപ്പാലത്തിലൂടെയാണ് നടന്നു വന്നത് എന്ന് തോന്നിയപ്പോൾ പോലും ദൈവം ഞങ്ങളെ ശക്തമായി നയിച്ചു. അദ്ദേഹം പറഞ്ഞു വച്ചത്, ദൈവം കരുതും വഴികളെ മാത്രം ഓർത്താൽ. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇത് പറയാനുണ്ട്, എനിക്ക് പറയാനുണ്ട് അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രായത്തിലുള്ളവരും പറയും, ചിന്തിച്ചു പറയും, ദൈവം കരുതിയ വഴികളെ ഞാൻ ഓർത്താൽ. ഇത് ശരിക്കും പറഞ്ഞൊരു അനുഭവത്തിലൂടെ നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പറഞ്ഞു കേട്ട ഒരു അനുഭവമല്ല, പക്ഷെ മറ്റൊരു ദൈവഭക്തൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവം പറഞ്ഞതാണ്. അദ്ദേഹത്തോട് സംസാരിച്ച ഒരാളുടെ അനുഭവം. ജീവിത പങ്കാളിയുമായിട്ടുള്ള വലിയൊരു വഴക്കുമായി ബന്ധപ്പെട്ട് ഭാര്യ മക്കൾ പിണങ്ങിപ്പോയപ്പോൾ അദ്ദേഹം ഒരു മധ്യസ്ഥനെ വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടും പരാജയപ്പെട്ടു പോയി. ഭാര്യ പറഞ്ഞു, ഇനി നിങ്ങൾ മരിക്കുമ്പോഴേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. വരാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പലവട്ടം ഈ പരിശ്രമം പരാജയപ്പെട്ട അയാൾ ആത്മാർത്ഥമായി ചിന്തിച്ചു, ഭാര്യയും മക്കളും ഇല്ലാത്ത ഞാൻ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കണം, പോയി മരിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മരിക്കാൻ തീരുമാനിച്ച ആ മനുഷ്യൻ ചിന്തിച്ച ഒരു രീതി, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി അവിടെ ചെന്ന് റെയിൽ പാളത്തിലൂടെ കുറേ നടക്കണം, അധികം വീടും ആളുകളും ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന് നിൽക്കണം, ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ, സ്പീഡിൽ വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ ചാടണം, എൻ്റെ ഭാര്യ പോലും, എൻ്റെ ശരീരം, എൻ്റെ മുഖം പോലും കാണരുത്, എൻ്റെ മുഖമെല്ലാം ട്രെയിൻ ഇടിച്ച് ചെതറി പറഞ്ഞു പോകണം. അങ്ങനെ തീരുമാനിച്ച് ഇദ്ദേഹം മരിക്കാൻ വേണ്ടി പോയി പാളത്തിലൂടെ നടന്നു. അധികം വീടും ആളും ഒന്നുമില്ലാത്ത സ്ഥലത്തൊക്കെ എത്തി. അവിടെ ട്രെയിനൊക്കെ അതിൻ്റെ സ്പീഡിൽ പോകുന്ന സമയത്ത് ഇയാൾ 4-5 ട്രെയിൻ പലവട്ടം കടന്നു പോയിട്ടും ചാടണമെന്ന് ആഗ്രഹിച്ച് തീരുമാനിച്ചാൽ നിന്നെങ്കിലും പറ്റിയില്ല. പലവട്ടം ഇതിന് ചാടണം, മരിക്കണമെന്ന് തീരുമാനിച്ചു, പക്ഷെ എന്തോ കഴിയുന്നില്ല. അദ്ദേഹം തിരിച്ചു നടന്നു. മനസ്സ് മുഴുവൻ വിഷമമായതുകൊണ്ട് തിരിച്ചു നടന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഒരു നിശ്ചിത ദൂരം പോയി ഹൈവേ റോഡിൻ്റെ അടുത്ത് പോയി നിന്നു. ഹൈവേ റോഡിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, നല്ല സ്പീഡിൽ ഏതെങ്കിലും ബസ്സോ കാറോ വരുമ്പം മുന്നിലോട്ടെടുത്ത് ചാടണം, ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഒരു ദിവസം ഒരു സകല സമയം പോലും വേദന തിന്നരുത്, ഓൺ ദ സ്പോട്ടിൽ ഞാനങ്ങ് മരിച്ചു പൊക്കോട്ടെ എന്നും തീരുമാനിച്ച് ഹൈവേ റോഡിൻ്റെ അടുത്ത് പോയി നിന്നു. പല വാഹനങ്ങളുടെയും മുമ്പിൽ ചാടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പക്ഷേ അയാൾക്ക് മരിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ അയാൾ വിഷമിച്ച് അവിടെ ഉണ്ടായിരുന്ന വഴിയടമ്പിൽ നിന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ പോയി ഇരുന്നു. കുറേ സമയം അയാൾ ഇരുന്നു. വീട്ടിൽ പോകണമെന്ന് പോലും വലിയ ആഗ്രഹം ഉണ്ടായില്ല. മരിക്കാൻ വന്നയാൾ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ അയാൾ ഒരു കാഴ്ച കാണുകയാണ്. ആ മരത്തിൽ നിന്ന് ഒരു പുഴു മരത്തെ നിറങ്ങി വരുന്നു. പിന്നീടുള്ള സംസാരം മുഴുവൻ അയാൾ പുഴുവിനോടാണ്. ഒരു മരത്തിൽ നിന്നൊരു പുഴു ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നോട് എന്നാ പറയാനാന്ന്. മരത്തിൽ നിന്നൊരു പുഴു ഇറങ്ങി വന്ന് ഇയാളിങ്ങനെ ശ്രദ്ധിച്ചു, ഈ പുഴു എങ്ങോട്ടായിരിക്കുമോ പോകുന്നത്? അയാളിങ്ങനെ ചോദിക്കുകയാണ്, ആരുമില്ല അവിടെ, ചുമ്മാ ചോദിച്ചു. അയാൾ ആ പുഴുവിനെ ശ്രദ്ധിച്ചപ്പോൾ ഈ പുഴു നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് പുഴുവിൻ്റെ സ്പീഡ് നല്ല അത്യാവശ്യം
വേഗത്തിലാണ് പുഴുവിൻ്റെ മരത്തിൽ നിന്നുള്ള വരവ്. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ഈ പുഴു ഇറങ്ങിയിട്ട് റോട്ടിലേക്കാണ് പോകുന്നത്. അയാൾ ചെറിയൊരു കമ്പെടുത്തു, ചെറിയൊരു ഉണക്കക്കമ്പ്, ചെറിയൊരു ചുള്ളിക്കമ്പെടുത്തിട്ട് ആ പുഴുവിനെ തട്ടി അങ്ങോട്ട് മാറ്റിയിട്ടു. എന്തിന്? എന്നിട്ട് അയാൾ ആ പുഴുവിനോട് പറഞ്ഞു, നീ എന്തിനാ ആ വഴിയിലോട്ട് ഇറങ്ങി ചാകാൻ പോകുന്നതെന്ന്. ഇയാളിവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ഇയാൾ ചാകാൻ വന്നതാണ്. ഇപ്പോൾ ഇയാൾക്കൊരു വിഷമം, ആ പുഴു ചാകുന്നതിന് എന്തോ ഒരു വിഷമം. ഇത്രയും നീളമുള്ള പുഴു വണ്ടി കയറി ചാകണ്ടല്ലോ എന്ന് വിചാരിച്ച അയാൾ ഒരു കമ്പ് കൊണ്ട് അതിനെ തള്ളിയിട്ടു. ആ പുഴു ചത്ത പോലെ അവിടെ കിടന്നു. അധികം പ്രശ്നമൊന്നുമില്ലെന്ന് പുഴുവിന് തോന്നിയപ്പം വീണ്ടും ഇത് പെടഞ്ഞെഴുന്നേറ്റിട്ട് സ്പീഡിൽ പോവുകയാണ്. കറങ്ങി തിരിഞ്ഞ് വീണ്ടും റോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അയാൾ പുഴുവിനോട് ചോദിച്ചു, നിന്റെ ഭാര്യയും പിണങ്ങിപ്പോയോ? എന്നെപ്പോലെ തന്നെ മാനസികാവസ്ഥയിലുള്ളൊരു പുഴുവാണല്ലോ ഇതെന്ന് പുള്ളി ചിന്തിച്ചു. കുറച്ചു നേരം ഈ പുഴുവിനെ ഇട്ട് പുള്ളി കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് ചാകണ്ടല്ലോ എന്ന് മാത്രം വിചാരിച്ച്, വേറെ എങ്ങോട്ടേലും പോക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതെന്തിനാ റോട്ടിലേക്ക് പോകുന്നത് എന്ന് ചിന്തിച്ചു. ദൈവം കരുതുന്ന വഴികളാകട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ മനസ്സും എടുത്തിട്ട് ആ പുഴുവിനോട് പറഞ്ഞു, നീ പോയി ചാക്. അങ്ങനെ ഈ പുഴുവിനെ പുള്ളി ശ്രദ്ധിച്ചു. ഈ പുഴു ഇഴഞ്ഞ് റോട്ടിലെത്തി. റോട്ടിലൂടെയുള്ള പോക്കാണ്. അപ്പോൾ ഇയാൾക്ക് നേരത്തെ വിധി എഴുതി, ഈ പുഴുവിൻ്റെ ആയുസ്സിനി കുറച്ച് നേരത്തേക്ക് ഉള്ളൂ. ഏതെങ്കിലും വാഹനം ഈ പുഴുവിൻ്റെ മേത്ത് കയറും, അത് അരഞ്ഞു പോകും, ഭൂമിയിൽ നിന്ന് ഇത് മായിച്ചു പോകും എന്നെല്ലാം തീരുമാനിച്ചു. അങ്ങനെ ഇയാൾ ഈ പുഴുവിനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ വേഗത്തിൽ വാഹനങ്ങൾ വരുന്ന റോഡാണെങ്കിലും ഒരു റോഡിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഈ പുഴു സമയമെടുത്ത് ഇഴഞ്ഞു പോയിട്ടും ഒരു വണ്ടിയോ ഒരു വാഹനത്തിൻ്റെ ടയർ പോലും കയറിയിട്ടില്ല. അപ്പോൾ അയാൾക്ക് ഭയങ്കര അത്ഭുതം, ഇത്രയും വാഹനങ്ങൾ പോയിട്ട് ഇത്രയും നീളമുള്ള ഈ പുഴുവിൻ്റെ മേത്ത് എന്നാ കയറാഞ്ഞേ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഇയാൾക്കൊരാഗ്രഹം, ഈ പുഴു അപകടം കൂടാതെ അപ്പുറം എത്തുമെന്നൊരാഗ്രഹം. അപ്പോൾ ഇയാൾ മരിക്കാൻ പോയ മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി നിന്ന് ഈ പുഴു അക്കരെ അപ്പുറം എത്തുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി സമയമെടുത്തിട്ടാണെങ്കിലും, ഇയാൾക്ക് പോയിട്ട് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ അവിടെ നിൽക്കുകയാണ്, ഈ പുഴുവിനെ നോക്കി നിൽക്കുകയാണ്. പോയത് ഓർക്കണം, ആത്മഹത്യ ചെയ്യാൻ പോയ മനുഷ്യനാണ് ഇപ്പോൾ പുഴുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പുറത്ത് പോയത് ഇയാൾ പറയാണ്, പലവട്ടം ഇയാൾ ശ്രദ്ധിച്ചു, ഈ പുഴു ഇപ്പം ചാകും, ഇപ്പോൾ വണ്ടി ഇടിക്കും, വണ്ടി കയറും ഒക്കെ ചിന്തിച്ചു. ഒരു കുഴപ്പവും കൂടാതെ ഈ പുഴു റോഡ് ക്രോസ് ചെയ്തു എന്ന് മരിക്കാൻ പോയി ഈ മനുഷ്യൻ പറഞ്ഞിട്ട് അതിനുശേഷം ഇയാളോട് ദൈവം സംസാരിച്ചതായി ഇയാൾക്ക് തോന്നുവാണ്. നീ കണ്ടോ, ഇത്രയും സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ഈ റോഡിലൂടെ തലങ്ങും വിലങ്ങും പോയിട്ടും ഒരു പരിക്ക് പോലും ഒരു പരിക്ക് പോലും വരുത്താതെ ഈ പുഴുവിനെ ഇവിടുന്ന് അക്കരെ എത്തിക്കാൻ, അപ്പുറം എത്തിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഇയാൾക്ക് ഈ പുഴുവിൻ്റെ ഈ യാത്രയിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലായി. ദൈവം അയാളോട് സംസാരിച്ചതായി അയാൾക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞതാണ്, ദൈവം കരുതുന്ന വഴികളെ മാത്രം നമ്മൾ ഓർത്താൽ എങ്ങനെ നാവടച്ച് വെറുതെ ഇരിക്കാൻ പറ്റും, എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? പറഞ്ഞ് ഹല്ലേലൂയാ. എന്നിട്ട് അത് മാത്രമല്ല, നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. സ്പീഡിൽ വാഹനങ്ങൾ പോകുന്ന, തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പോകുന്ന റോഡിലൂടെ നടക്കുന്ന പോലെ 100 കണക്കിന് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് വലിയ അപകടം പറ്റും, മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അന്നേരം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, ദൈവം നമ്മളെ കരുതുന്ന, പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ കരം. പറഞ്ഞ് ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറയാമോ? ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഇത്രയും കാര്യം അതാണ് ഇപ്പോൾ പാടിയത്. ദൈവം കരുതുന്ന വഴികളെ ഓർത്താൽ, ദൈവം നയിക്കുന്ന വഴികളെ ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? സങ്കീർത്തനം 125:2, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ ചൂഴ്ന്ന് വലയം ചെയ്ത് നിൽക്കും. ഈ വചനം പഠിച്ചോ. സങ്കീർത്തനം 125:2, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്ന് വലയം ചെയ്ത് നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്ത് നിൽക്കും. അങ്ങനെയെങ്കിൽ ഈ വചനത്തോടു കൂടി നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണുകളെ ഒന്ന് അടച്ച്, എല്ലാ പ്രിയപ്പെട്ടവരും ഇപ്പോൾ ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന ഈ ഹാളിൻ്റെ അകത്ത്, ഈ പ്രതികൂല കാലാവസ്ഥയിലും സമയവും ആരോഗ്യവും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, ജീവന്റെ വചനം, ദൈവവചനം ജീവനുള്ളതാണ്.
അത് നമ്മളുടെ ജീവിതത്തെ മാറ്റുന്നതാണ്. അത് നമ്മളുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്നതാണ്. അത് നമ്മളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട മേഖലകളിൽ പ്രത്യാശ കൊണ്ടുതരുന്നതാണ്. ദൈവം കരുതുന്ന വഴികളെ മാത്രം ഒന്നോർത്തേ. പലവട്ടം നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും, പോയി മരിച്ചാലോ, എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇങ്ങനെയാണല്ലോ എൻ്റെ ജീവിതം. ആ സമയങ്ങളിലൊക്കെ അപകടം കൂടാതെ നമ്മളെ കൊണ്ടുവന്ന് വരുത്തി ഈ സമയം വരെ ആയുസ്സും ആരോഗ്യം നൽകിയത് ദൈവം കരുതും വഴികളെ ഓർത്താൽ എങ്ങനെ നന്ദി പറയാതിരിക്കും? പ്രിയപ്പെട്ടവരെ, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എത്രയോ അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. എത്രയോ രോഗങ്ങൾ ഉണ്ടായപ്പോൾ നമുക്ക് തന്നെ തോന്നി ഈ രോഗം മരണത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്ന് തോന്നിയപ്പോൾ പോലും നമുക്ക് നല്ല ആരോഗ്യം നൽകി ദൈവം നമ്മളെ വീണ്ടെടുത്തു. എത്രയോ എത്രയോ പ്രാവശ്യം എത്രയോ എത്രയോ മേഖലകളിൽ ദൈവം നമ്മളെ നടത്തി. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിൽ തോളത്തെടുത്ത് വഹിച്ചൊരു ദൈവമുണ്ട്. നമ്മെ കരുതുന്ന വഴികളെ മാത്രം ഓർത്താൽ ദൈവത്തെ എങ്ങനെ നന്ദി പറയാതിരിക്കും? പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ഇന്നും എന്നേക്കും എൻ്റെ ജനത്തെ ഞാൻ ചേർന്നു നിൽക്കും. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടു പോയേക്കാം, എങ്കിലും നിന്നോടുള്ള സ്നേഹം ഒരിക്കലും പിരിയില്ല. അവസാനത്തെ ഒരു വാക്കുണ്ട്, ഒരിക്കലും പിരിയില്ലെന്ന്. നമ്മെ പലരും സ്നേഹിച്ചിട്ടുണ്ട്, ഞാനും നിങ്ങളും പലരെയും സ്നേഹിച്ചിട്ടുമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ദുഃഖമാണ്, നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരൊക്കെ പിരിഞ്ഞുപോയി. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഈ ദൈവവചനം, സ്നേഹിക്കുന്ന ദൈവം എന്നോടും നിങ്ങളോടും ഹൃദയത്തിൽ പറഞ്ഞു തരുന്നൊരു വാക്കാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, അതൊരിക്കലും നിന്നെ പിരിയില്ല. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ വരെ മാറ്റപ്പെട്ടു പോയി എന്ന് നീ കേട്ടേക്കാം, എൻ്റെ സ്നേഹം ഒരിക്കലും നിന്നെ പിരിയില്ല. ഒരിക്കലും പിരിയാത്ത ഒരു ദൈവസ്നേഹം പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. മോശയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഞാനും നിങ്ങളും ദൈവവചനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സ്ഥലം പരിശുദ്ധമാണ്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, അധരത്തിൽ നിന്നുള്ളൊരു സ്തുതിപ്പല്ല വേണ്ടത്, അധരത്തിൽ നിന്നുള്ള സ്വരം, ഹൃദയത്തിൽ നിന്നുള്ള അഭിഷേകം. ഹൃദയത്തിൽ നിന്ന് അധരം സ്തുതിക്കുന്നതാണ് ദൈവസ്തുതിപ്പ്. അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്നൊരു ശബ്ദമല്ലിത്, ഹൃദയത്തിൽ നിന്ന്. ഏത് മനസ്സോടെ ദൈവം കരുതുന്ന വഴികളെ മാത്രം ഓർത്ത്, ഒരു കടലാസ്, ഒരു ചില്ല് പാത്രം നിലത്തു വീണ് പൊട്ടിപ്പോകുന്നത് പോലെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള 100 കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദൈവം കരുതിയ വഴികളെ മാത്രം ഓർത്ത്